അടിയന്തരമായി അവർക്കെതിരായി നടപടികൾ സ്വീകരിക്കണം. എന്നിട്ട് ഈ വൃത്തികെട്ട രാഷ്ട്രീയ പ്രചരണം നടത്തുന്നവരുടെ വായൊന്നും മൂടിക്കെട്ടണം ഇവരുടെ എല്ലാം. ഇതുപോലെ ഈ നാവിൽ നിന്ന് ഇനി ഇതുപോലുള്ള വാക്കുകൾ വരരുത്. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളത് രാഷ്ട്രീയ വിഷയമാക്കാനല്ല ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പാണ്, ഏത് വിഷയം കിട്ടിയാലും ആളുകൾ രാഷ്ട്രീയ വിഷയമാണ്. ഞങ്ങൾക്ക് അതിനേക്കാളേറെ സങ്കടമാണ്. ആ കുഞ്ഞിന്റെ മുഖമാണ്, നിഷ്കളങ്കമായ ആ കുഞ്ഞിന്റെ മുഖമാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത്. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയാണ് എല്ലാവരുടെയും മനസ്സിൽ. നടപടി എടുത്തേ മതിയാവൂ. ഞാൻ ഈ മാർച്ച് നടത്തിയ UDF കമ്മിറ്റിയെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കളെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ KSCB മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. ബഹുമാനപ്പെട്ട ഈ പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷൻ കോയനെ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് ഷംസീർ, ഈ മാർച്ചിൽ സംഘർഷമുണ്ടായോ? വഴിക്കടവ് അങ്ങാടിയിൽ നിന്നാണ് UDF പ്രവർത്തകർ മാർച്ചായി വഴിക്കടവ് KSCB ഓഫീസിലേക്ക് എത്തിയത്. KSCBയുടെ ഭാഗത്ത് നിന്ന് വലിയ അനാസ്ഥ, ഈ അപകടം ഉണ്ടായി എന്നതാണ് UDFന്റെ ആക്ഷേപം. അതായത് നേരത്തെ തന്നെ വഴിക്കടവ് മേഖലയിൽ പന്നിക്കണി വെച്ചുകൊണ്ടുള്ള പന്നിയെ പിടിക്കുന്ന, അതായത് KSCBയുടെ ലൈനിൽ നിന്ന് ഇലക്ട്രിക് ലൈനിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ച് പന്നിയെ പിടിക്കുന്ന ഒരു നില നേരത്തെ ഉണ്ടായിരുന്നുവെന്നും ഇത് KSCB ഉദ്യോഗസ്ഥരെ കൃത്യമായി അറിയിച്ചിരുന്നുവെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ ഈ അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞിട്ടും ഒരു നടപടിയും KSCBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നും അതാണ് ഇങ്ങനൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുമാണ് ഇപ്പോൾ UDF ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇപ്പോൾ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് ഒരു രാഷ്ട്രീയ വിഷയമാക്കി UDF മാറ്റാൻ ശ്രമിക്കുന്നില്ല. LDF ആണ് ആ തരത്തിൽ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതേസമയം തന്നെ ഇതിൽ ഉത്തരവാദികൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകണം എന്നുകൂടിയാണ് VD സതീശൻ പറഞ്ഞത്. വനം മന്ത്രിക്കെതിരെയും കടുത്ത വിമർശനമാണ് VD സതീശൻ ഉന്നയിച്ചത്. ഇങ്ങനെയൊരു മന്ത്രി കേരളത്തിനാകെ അപമാനമാണെന്നാണ് VD സതീശന്റെ ഇക്കാര്യത്തിലെ പ്രതികരണം. KM ഷാജി ഉൾപ്പെടെയുള്ള UDFലെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നു. അൻവർ സാദത്ത് MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ KSCB ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞിട്ടുണ്ട്. അതിന് മുന്നിൽ സമാധാനപരമായി ഇപ്പോഴും ഈ പ്രതിഷേധം നടക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. LDF പഞ്ചായത്തിന് ഈ വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. പഞ്ചായത്തിനാണ് ഇതിൽ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ LDF വഴിക്കടവ് പഞ്ചായത്തിലേക്ക് ഇതേ സമയം തന്നെ മാർച്ച് നടത്തുന്നുണ്ട്. അപ്പോഴാണ് KSCBക്കെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ ഇതൊരു വലിയ പ്രചാരണായുധമാക്കി UDF മാറ്റുന്നത്. അജിൻസ്.